പ്രാർത്ഥനയുടെ ഫലദായകത്വത്തെ സ്വാധീനിക്കുന്ന രണ്ടാമതൊരു ഘടകം കൂടി ഈശോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ, അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും. പിതാവായ ദൈവം നിങ്ങളോടും ക്ഷമിക്കും. പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരാത്തതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം മനുഷ്യബന്ധങ്ങളിൽ വന്നുപോയ വിള്ളലുകളും മുറിവുകളുമാണ്. നിയമജ്ഞരോടും ഫരിസേയരോടുമുള്ള യേശുവിൻ്റെ വാദപ്രതിവാദങ്ങളും സദൂക്കായരോടും ഹെറോദ്യപക്ഷക്കാരോടുമുള്ള യേശുവിൻ്റെ തർക്കങ്ങളുമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ യേശുവും യഹൂദരും തമ്മിലുള്ള സംഘർഷം മുറുകുകയും ക്രിസ്തു തൻ്റെ മരണത്തിലേക്ക് കുറെ കൂടി അടുക്കുകയും ചെയ്യുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നു. സുപ്രധാനമായ കൽപ്പന ഏതാണ് എന്ന് ചോദിച്ച മനുഷ്യനോട് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം തിരുവചനം ഉദ്ധരിച്ചുകൊണ്ട് ഈശോ ഷമാ ഇസ്രായേൽ എന്ന ഇസ്രായേലിൻ്റെ പ്രശസ്തമായ പ്രാർത്ഥനയെ